യെസ്, ദേവിക ചൂരമലയത്തിന് തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നുണ്ട്, മത മേലധ്യക്ഷന്മാർ വരുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ മേഖലയിൽ എത്തും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ദേവിക, ഇത് എന്നോടൊപ്പം ഈ ഈ മരണം നേരിൽ കണ്ട ഒരു വ്യക്തി, അന്ന് രാത്രി ഈ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ച സാക്ഷിയായ ആ ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായ ഓർമ്മകൾ പേറി നടക്കുന്ന ഒരാൾ, ഈ പ്രദേശവാസി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എന്താ പേര്? എൻ്റെ പേര് സുദർശൻ. സുദർശൻ ഇവിടെ തന്നെയാണ് താമസം? സുദർശൻ സ്കൂളിനോട് 5ാമത്തെ വീട് എൻ്റെ വീട്. ഈ സ്കൂളിനോട്. എന്താ അന്ന് രാത്രി സംഭവിച്ചത്? രാത്രി അതിൻ്റെ തലേദിവസം ചെറുതായിട്ടൊന്ന് ഒരു പൊട്ടുമായി വന്നിട്ട് പുഴയിൽ വെള്ളം കൂടെ ഉള്ളു, വേറെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. പിറ്റേ ദിവസം ശക്തമായ മഴ ഉണ്ടായിരുന്നു. ആരും ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു, ഇവിടുന്ന് മാറണം എന്ന് ആരും പറഞ്ഞില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എവിടുന്നും കിട്ടിയിട്ടില്ല. ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അങ്ങനെ രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ തൊട്ട വീട്ടിലുള്ള ഒരാളെല്ലാം പറഞ്ഞു, ഞാൻ ഏട്ടൻ്റെ അവിടെ പോവുകയാണ്, പിന്നെ ഞാനിവിടെ നിൽക്കുന്നില്ല, നീ നോക്കണം, സേഫാണെന്ന് നോക്കണം, മഴ അത്യാവശ്യം മഴ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ തലേദിവസം ഈ 3 മണിക്കായിട്ടാണ് ആ പൊട്ടുണ്ടായത്. അന്ന് പുഴയിൽ വെള്ളം കൂടിയപ്പോൾ പറഞ്ഞു അന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഒരു 10:30 വരെ ഞാൻ നിന്നിട്ട് അമ്മേനോട് പറഞ്ഞു ഞാൻ കിടക്കണം. അമ്മയും സുഖമില്ലാതെ ഇരിക്കുന്ന ആളാണ്. അമ്മയും ഞാനും ഭക്ഷണം കഴിച്ച് കിടന്നു. 1 മണി ഏകദേശം ആയി കാണും തോന്നുന്നു, എനിക്ക് ടൈമൊന്നും അറിയില്ല. 1 മണിയാവുന്ന തോന്നുമ്പോഴാണ് പൊട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് വന്ന് വീട്ടിൽ നിന്ന് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു മുട്ടിൻ്റെ അത്ര വെള്ളവും ചളിയായി വീട്ടിനകത്ത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അമ്മേൻ്റെ റൂമിൽ പോയി അമ്മേനെ പോക്കുമ്പോഴേക്കും ഏകദേശം അരേൻ്റെ ലെവലിന് ചളിയും എല്ലാം ആയിരുന്നു. ഇപ്പോൾ ലൈറ്റെല്ലാം പോയി, ഒന്നും കാണാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അമ്മേനെ സേഫാക്കുക എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഞാൻ സേഫാക്കി. അങ്ങനെ അമ്മേനെ തോളിൽ കയറ്റിയിട്ട് ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി. ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളെ വീടും ഒരു തെങ്ങും മാത്രമേ ഉള്ളൂ. മൊത്തം ഒരു പ്ലാന്റായി കിടന്നതാണ്. 48 സെൻറ്റ് സ്ഥലം അത്. ആ സ്ഥലം വീടും എല്ലാം ഉണ്ടായത്. അതിൽ ഒന്നുമില്ല, വീടും ഒരു തെങ്ങും മാത്രമുണ്ട്. ബാക്കിയെല്ലാം ഇതായി കിടക്കുന്നത്. ഫ്രണ്ടിൽ മരങ്ങൾ വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന് മുന്നിലെല്ലാം അപ്പോൾ വീടുണ്ട്. അതിൻ്റെ മുന്നിൽ ആ റോഡ് ഇവിടെ ഇത് പോകുന്ന പഞ്ചായത്ത് റോഡാണ്. ആ റോഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം വീടുകളുണ്ട്. അവിടെ എല്ലാം ലൈറ്റും കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3-3:30 ആയി കാണുന്നു തോന്നുന്നു. നമ്മുടെ വെട്ടം മൊബൈലെല്ലാം നഷ്ടപ്പെട്ടിരിക്കാൻ, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ആരെയും വിളിക്കാനോ കോൺടാക്ട് ചെയ്യാനോ ഒന്നുമില്ല. അവിടുന്ന് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആരൊക്കെ ടോർച്ചിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3-3:30 ആയി കാണുന്നു തോന്നുന്നു. പൊട്ട് ഭയങ്കരമായിട്ട് ഒരു ഭീകരതയിലാണ് വന്നത്. അത് ഗതി മാറിയിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് കൂടെയൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിലുള്ള വീടെല്ലാം അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ എടുത്ത് പോകുന്ന മാതിരി, ഒരു വീട് എടുത്ത് മാറ്റുന്ന മാതിരി നേരിട്ട് കണ്ടു. അതായത് പോസ്റ്റ്മാൻ്റെ വേലായുധൻ എന്ന് പറയും, ആ പുള്ളീൻ്റെ വീട് അങ്ങനെ പോയത്. അങ്ങനെ ഒരുപാട് വീടുകൾ പിന്നെ അതിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാനും അമ്മേനോട് പറഞ്ഞു, ഇനി നമ്മൾ രക്ഷപ്പെടില്ല, നമ്മൾ പോവുകയാണ്, കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് അമ്മേനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ തൊട്ട വീട്ടിൽ പിന്നെ ഔസപ്പച്ചൻ്റെ വീട്ടിൽ കുറച്ച് പേര് ഓടി ഫസ്റ്റത്തെ ആ പൊട്ടൽ കയറി. കുറേ വീട് ഓരോ ആൾക്കാർ, അതിലൊരു 10-25 ആൾക്കാർ അതിൽ വന്ന് ആ വീട്ടിൽ നിന്നു. അതിൽ വീടിൻ്റെ പകുതി പോയപ്പോൾ പകുതി ഒരു റൂമിൽ ഒരു 10-20 ആളായിട്ട് നിന്നിരുന്നു കട്ടിലിൻ്റെ മുകളിൽ. ആ ആൾക്കാർ എന്നോട് മൊബൈലും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സുദർശാന്ന് പേര് വിളിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന അവർ പറയുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഞാനും എൻ്റെ അമ്മയും പോകുന്ന അവസരം ഞാൻ നിന്നിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ശാന്തമായി കഴിഞ്ഞപ്പോൾ അവരെങ്ങനെ അത് പൊളിച്ചിട്ട് ആ ചളി, ഇത്രത്തോളം ചളിയിൽ അവർ അങ്ങോട്ട് വീട്ടിനെടുത്തിട്ട് വന്നത്. അപ്പോൾ മുകളിലൊരു ഏണി ഉണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ ഏണി. അത് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒരു 10-25 പേരെ ഞാൻ അവിടുന്ന് വീടിൻ്റെ മണ്ടയിൽ കയറ്റി. രാവിലെ വരെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. രാവിലെ വന്നിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങളെ, റെസ്ക്യൂവിൻ്റെ ടീമാണ് ഞങ്ങളങ്ങോട്ട് മാറ്റി പുറത്തോട്ട് രക്ഷിച്ചത്. അതുവരെ അതിൻ്റെ മുകളിലായിരുന്നു. അല്ലെങ്കിൽ ആ 25 പേര് ആ വീടിനകത്ത് ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു. അല്ല, ഇത് അതീവ ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾക്ക് സാധ്യതയുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അപായ സൂചനകളൊക്കെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം തന്നിട്ടുണ്ടോ? കാരണം 40 വർഷം മുമ്പ് സമാനമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിന്, ഇതുപോലുള്ള ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മേഖലയാണ് ഇത്. 40 വർഷം മുമ്പ്. എനിക്കറിയില്ല അന്ന് നിങ്ങൾ ഈ മേഖലയിൽ ഉണ്ടോ എന്ന്. യെസ്, മുണ്ടക്കയിൽ. ഓക്കെ. അതിനുശേഷം ഇപ്പോൾ താങ്കൾ പറയുന്നു ഈ ചിലരെയൊക്കെ മാറ്റി പാർപ്പിച്ചു എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. ചിലരെയൊക്കെ മാറ്റി താമസിച്ചു. അത് ഏത് ക്രൈറ്റീരിയയിൽ, എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചിലരെ മാത്രം മാറ്റി താമസിപ്പിച്ചത്? ഒരു ഐഡിയ ഇല്ല സാർ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ്, നമ്മൾ ജീവിതം ആരെങ്കിലും ഇങ്ങനെ ഭീകരതയിൽ നിൽക്കുമോ? ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാറില്ല. നമ്മളെ അമ്മയ്ക്ക് രോഗം, അങ്ങനെ ഒരുപാട് ആൾക്കാർ മാറി താമസിച്ചില്ല. ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്തല്ല, ഞാൻ ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ എൻ്റെ വീട് കഴിഞ്ഞിട്ട് ഈ സ്കൂളിൻ്റെ അടുത്ത് 4 വീടുണ്ട്. 4 വീടും ശൂന്യമായി കാണും. ആ ഫസ്റ്റത്തെ പൊട്ടിൽ പോയി. പിന്നെ എൻ്റെ വീട് അവിടെ ഉള്ളത്. ആ വീട് 2ാമത്തെ പൊട്ട് പൊട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, ഇനി നമ്മൾ ജീവിക്കില്ല, കഴിഞ്ഞ് നമ്മളെ ജീവിതം, ലൈഫ് പോയി എന്ന് പറഞ്ഞു. ദൈവം എന്താണെന്നറിയില്ല, ഞങ്ങളെ 2ആളെയും ബാക്കി വെച്ചു. ആ വീട് എടുത്തിട്ടില്ല. വേറെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെയോ? നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ചുറ്റുവട്ടത്തുള്ളവർ? 11 പേര് പോയിട്ടുണ്ട് അതിൽ, ഒരു കുടുംബത്തിൽ.
അവരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയോ? 2 ബോഡിയായിട്ടേ കിട്ടിയെന്നാണ് പറയുന്നത്, ഇന്നലെ കിട്ടിയിട്ടുള്ളത്. ബാക്കി ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാർ, അവരെ ഹസ്ബൻഡ് എല്ലാവരും പോയി. മക്കൾ ഒരു ബാലചന്ദ്രൻ എന്ന് പറയുന്ന അവർ 2 പെൺമക്കളാണ്. ഒരാൾ വിദേശത്ത് എവിടെയുള്ളത്, ഒരു മോള് കോഴിക്കോട് പഠിക്കുകയാണ്. അച്ഛനും അമ്മയും പോയി. എന്താ ഭാവി? ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനൊരു ഡ്രൈവറാണ്. ഒരു വണ്ടി എടുത്തപ്പോൾ സംരംഭം, ഒരു ജീപ്പ് എടുത്തിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത്രയും കാലം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ ടാക്സിയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഒരു 1.5 വർഷം ആകുന്നുള്ളൂ. അങ്ങനെ ആ ജീപ്പ് എടുത്തിട്ട് കള്ളാടി തൊള്ളായിരംകണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഓടി തുടങ്ങിയിട്ട് ഒരു 10 മാസം ആകാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി. ജീപ്പെല്ലാം അവിടെ ഇടിച്ച് വീടിനകത്ത് കയറി കിടക്കുന്നുണ്ട്. പുത്തുമലയുമല്ലേ ആ ദുരന്തം ഉണ്ടായിട്ടും അധിക നാളുകളായിട്ടില്ല. അന്നും ഇതുപോലുള്ള പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് വെച്ച് തരും, മാത്രമല്ല സഹായധനം നൽകും എന്നൊക്കെ. അതെല്ലാം ഇവിടെ ആ പ്രദേശത്തുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ട്? എല്ലാം കിട്ടിയിരുന്നു. കുറച്ച് പേർക്കെല്ലാം മേപ്പാടി സൈഡിൽ എവിടെ വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ടുള്ളവർക്ക് കിട്ടിയോന്നൊന്നും അറിയില്ല. കുറച്ച് പേരെല്ലാം ഇവിടുന്ന് അവിടെ താമസിക്കുന്നുണ്ട്, മേപ്പാടി ഭാഗത്ത്. ഇപ്പോൾ ചൂരമലയിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശം മുഴുവൻ ഏകദേശം നാമാവശേഷമായി തന്നെ പറയാം. ഇതിന്റെ ഒരു പുനർനിർമ്മാണം അടുത്തെങ്ങാനും സാധ്യമാണ് എന്ന് കരുതുന്നുണ്ട്? ചെയ്യാന്നൊന്നും അറിയില്ല. സർക്കാർ ഇത് എന്ത് ചെയ്യുന്നതിനൊന്നും. ഒരുപാട് കുറഞ്ഞ പേരല്ല അത് പോയിട്ടുള്ളത്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഈ എസ്റ്റേറ്റ് മേഖലയാണിത്. അന്നന്ന് കിട്ടിയിട്ട് ജീവിക്കുന്നതാണ്. അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് പാർട്ടികളേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ കുറച്ച് പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള മുണ്ടക്കൈ പ്രദേശമൊക്കെ പ്ലാന്റേഷനാണ്, ഏലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ള. അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഒരു ഹൈ ലെവലുള്ള. ബാക്കിയെല്ലാം സാധാരണക്കാരാണ്. അന്നന്ന് ജീവിക്കുന്ന പാവപ്പെട്ട കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നവരാണ്. ആരും അങ്ങനെ ഒരു ഹൈ ലെവലുള്ളവരല്ല. ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുണ്ടല്ലോ, അവർ ഈ നാട്ടുകാരാണോ അല്ലെ പുറത്തുനിന്ന് വന്നവർ? നാട്ടുകാരുണ്ട്. നമ്മളെ ഭാഗത്തുള്ള ഒരുപാട് എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ട്. കുറേ പുറത്ത് വിദേശത്ത് ബംഗാളി, അവർ ആന്ധ്രയിൽ നിന്ന് ഉള്ളവരുണ്ട്. മാത്രമല്ല ഒരുപാട് ഈ ടൂറിസത്തിന് പ്രാധാന്യം കൂടി വരുന്ന ഒരു മേഖല കൂടിയാണ് അല്ലേ? ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്. അതും ഇവിടെയുള്ളവരുടെ ഉപജീവന മാർഗം തന്നെയാണ് അല്ലേ? ഒരുപാട് ടൂറിസം നന്നായിട്ട് വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോച്ചേൻ്റെ ഒരു 1000 ഏക്കറിൽ എന്തൊക്കെ പ്രോപ്പർട്ടിയിൽ ഇത് വരുന്നുണ്ട്. അങ്ങനെ അട്ടമല ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഇവിടെ തൊള്ളായിരംകണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, മുണ്ടക്കയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. വികസനം നന്നായിട്ട്, ടൂറിസം നന്നായിട്ട് വികസിച്ച് ജനങ്ങളും അത്യാവശ്യം എല്ലാവർക്കും ജോലിയായി വന്നുകൊണ്ടിരുന്നതാണ്. ഈ പ്രദേശം എന്താവുന്നുള്ളതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇത് ഇവിടെ എന്തായിത്തീരുന്നൊന്നും പറയാൻ കഴിയില്ല. ഓക്കെ, എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം, ആശ്വസിക്കാം. ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ ബന്ധപ്പെടുക, അടിയന്തരമായിട്ടുള്ള എന്ത് നടപടികളിലേക്ക് കടക്കണം എന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ തരാം. ഓക്കെ. യെസ് ദേവിക, ഇതുപോലുള്ള നിരവധി ആളുകളുണ്ട്. നമ്മുടെ ഈ യാത്രക്കിടയിൽ പലരെയും കണ്ടുമുട്ടുകയാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി. ഇതുപോലുള്ള നിരവധി ആളുകൾ അവരുടെ സ്വന്തക്കാരെ നഷ്ടപ്പെട്ട, സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട. നേരത്തെ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. അതായത് അമ്മയും സഹോദരിയും ഒലിച്ചു പോകുന്നത് അയാൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിസ്സഹായ അവസ്ഥയുടെ ആ ഒരു പരകോടിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അതുപോലെ തന്നെയാണ് ഈ പ്രദേശവാസികൾ. കാരണം അവരുടെ ഉപജീവന മാർഗം ഈ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നു. മാത്രമല്ല ടൂറിസത്തിന് വലിയ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ടൂറിസം, അതുപോലെ ടൂറിസം അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഒരു നാട് നാമാവിശേഷമായതോടുകൂടി, നാട് ഒലിച്ചുപോയതോടുകൂടി അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ എങ്ങനെ പുനരധിവസിപ്പിക്കും, അതുമാത്രമല്ല ഈ പ്രദേശത്തെ എങ്ങനെ പുനർനിർമ്മിക്കും, ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു രൂപരേഖയുമായിട്ട് വേണം സർക്കാർ, ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് അവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടത്. ഒരാഴ്ച മുമ്പ് ജൂലൈ 23-ന് കൃത്യമായിട്ടുള്ള സൂചന നൽകിയിരുന്നു, ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകും, ആ ഒരു മേഖലയാണ് ഇത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചത്. പക്ഷേ എങ്കിലും മാത്രമല്ല NDRF സേനയും സംഘത്തെയും ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ലഭിച്ചില്ല. അങ്ങനെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ പലരെയും ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാമായിരുന്നു. ചിലരെയൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കി.